1991 സിനിമയിലെത്തിയ മമത കുൽക്കർണിയുടെ എക്കാലത്തെ മികച്ച ഹിറ്റുകളിലൊന്ന് സൽമാൻ ഖാനും ഷാറൂഖ് ഖാനും നായകന്മാരായ കരൺ അർജുനായിരുന്നു. ഇതിനൊപ്പം 90കളിലെ നിരവധി ബോളിവുഡ് ഹിറ്റ് സിനിമകളിലെ നായികയായി തിളങ്ങിയിട്ടുമുണ്ട് മമത. 1999 കുഞ്ചാക്കോ ബോബൻ നായകനായ ചന്ദ മാമ എന്ന ചിത്രത്തിലൂടെ മലയാളത്തിലും അവർ മുഖം കാണിച്ചിരുന്നു. വിവാഹത്തിന് ശേഷം താരം അഭിനയം നിർത്തിയ രീതിയിലായിരുന്നു. അതിനിടയിലാണ് സന്യാസം സ്വീകരിച്ചു എന്ന വാർത്തകളും കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. അതേസമയം നടി മമത കുൽക്കർണി മഹാകുംഭമേളയിൽ പുണ്യസ്നാനം നടത്തി സന്യാസം സ്വീകരിച്ചത് വൻ വിവാദത്തിലായിരിക്കുകയാണ്. മമത കുൽക്കർണി കഴിഞ്ഞ 24-നാണ് യാമൈ മമത നന്ദഗിരി എന്ന പേര് സ്വീകരിച്ച് സന്യാസിയായത്. അതേസമയം സന്യാസം സ്വീകരിച്ച മമത കുൽക്കർണിയെ മഹാമണ്ഡലേശ്വർ പദവിയിൽ നിന്ന് നീക്കി കിന്നർ അഖാഡ തീരുമാനിച്ചതായി റിപ്പോർട്ട്. താരത്തിന്റെ സിനിമാ പശ്ചാത്തലവും വിവാദങ്ങളും ക്രിമിനൽ കേസുകളും അഖാഡയിൽ വിമർശനത്തിനിടയാക്കിയിരുന്നു. ഇതിനു പിന്നാലെയാണ് മമതയെ സ്ഥാനത്ത് നിന്ന് നീക്കിയത്. മമതയെ അഖാഡയിൽ ചേർത്ത ആചാര്യ ലക്ഷ്മി നാരായണ ത്രിപാഠിയെയും മഹാമണ്ഡലേശ്വർ സ്ഥാനത്ത് നിന്ന് നീക്കിയെന്ന് കിന്നർ അഖാഡ സ്ഥാപകൻ ഋഷി അജയ് ദാസ് അറിയിച്ചു. എന്നാൽ ഋഷി അജയ് ദാസിന് അതിന് അധികാരമില്ലെന്നും അദ്ദേഹത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ത്രിപാഠി പറഞ്ഞു. മമതയുടെ മുൻകാല ജീവിതം ചൂണ്ടിക്കാട്ടി വിമർശനവുമായി പലരും രംഗത്തെത്തിയിരുന്നു. യഥാർത്ഥ സന്യാസി ചൈതന്യമുള്ളവർക്ക് മാത്രമേ മഹാമണ്ഡലേശ്വർ പദവി നൽകാവൂ എന്ന വിമർശനങ്ങൾ ഉയർന്നിരുന്നു. 2016 താനെയിൽ നിന്ന് 2000 കോടി രൂപയുടെ ലഹരിമരുന്ന് പിടികൂടിയ സംഭവത്തിൽ മമത കുൽക്കർണിക്കും ഭർത്താവിനും പങ്കുണ്ടെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. എന്നാൽ ലഹരിമരുന്ന് കേസ് ബോംബെ ഹൈക്കോടതി കഴിഞ്ഞ ഓഗസ്റ്റിൽ റദ്ദാക്കിയിരുന്നു. മഹാകുംഭമേളയിൽ പുണ്യസ്നാനം നടത്തിയ ശേഷം കിന്നർ അഖാഡയുടെ സന്യാസദീക്ഷ സ്വീകരിക്കുകയായിരുന്നു മമത. ഇനി താൻ യാമൈ മമത നന്ദഗിരി എന്ന പേരിൽ അറിയപ്പെടുമെന്ന് മമത കുൽക്കർണി പ്രഖ്യാപിച്ചിരുന്നു. നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.